ഒരു ബൈക്കിനൊക്കെ വരുന്ന EMI ഇതിന് വരുള്ളൂ. അതുപോലെ തന്നെയുള്ള മെയിൻ്റെനൻസേ വരുള്ളൂ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതിനടുത്ത് വീണ്ടും ഒരു ഓൾട്ടോ ആണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ 2019 260 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. 3,90,000 രൂപ. വെറും ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള 390. അത്യാവശ്യം ഫുൾ ഓൺ ചെയ്യാം. ഓട്ടോമാറ്റിക് സെലേറിയോ അല്ലെ ഫുൾ ഓൺ ചെയ്യാം. then നമുക്ക് ഏറ്റവും ന്യൂ ഫേസിൽ തന്നെ വരുന്ന നിയോസിൽ വരുന്ന 2023 7,500 കിലോമീറ്റർ ഓടി ലാസ്റ്റ് ജനറേഷൻ സിറ്റിയിലെ ഫുൾ ഓണിൽ കൊടുക്കുക വാഹനം. ഫുൾ ഓണിൽ കൊടുക്കാം അല്ലെ. ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം നോക്കുന്നവർക്ക് സണ്ണിയില്ല. നിസാന്റെ സണ്ണിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2019 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 2019 വണ്ടി. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. നല്ല സ്പേഷ്യസ് ആണ്. 25 കിലോമീറ്റർ മൈലേജും കിട്ടും. താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കും. 2024 മോഡൽ. 4 മോഡല്. ഒരു 24,000 കിലോമീറ്റർ ഓടും. അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മൈലേജ് തന്നെയാണ്. ഡോൾ ടൂൺ വരുന്നുണ്ട്. അത് പക്ഷെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊജക്ടർ ലാംപ്സ്, ഡേറ്റന്റെ റണ്ണിംഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന 50-60 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. കേൾട്ടൺ രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വാഹനം. 1,50,000 രൂപയാണ് ചോദിക്കുന്നത്. 1150. അത് 47,000 കിലോമീറ്റർ ഓടിയുള്ള 21 മോഡൽ വണ്ടി. പെട്രോൾ അല്ല വരുന്നത്. പെട്രോൾ സാധാരണക്കാരന് നല്ല ബഡ്ജറ്റ് റേഞ്ചിലും അതേപോലെ അത്യാവശ്യം നമുക്ക് മിഡ് റേഞ്ചിലൊക്കെ വരുന്ന നല്ല വാഹനങ്ങളുടെ കളക്ഷനായിട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 7 സീറ്ററുകളൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. മാരുതി ഉണ്ട്. അതേപോലെ തന്നെ മൈലേജ് കിട്ടുന്ന 7 സീറ്ററുകളൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അതേപോലെ SUV-കളൊക്കെ അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ട്. ആഷ് ബാക്കുകൾ നല്ലൊരു കളക്ഷൻ. ഈ പക്ക ലോ ലെവലിൽ നോക്കുന്നവർക്ക് നാനോ 800. അതേപോലെ തന്നെ ഇനി നമുക്ക് ടാക്സി പെർമിറ്റിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് ടാക്സി വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് എഡിഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൂബിലി മോട്ടോറിങ്ങിലാണ്. ഫവാദ് തന്നെയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുട്ടിപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കാണുന്നത് മലപ്പുറം മഞ്ചേരി റോഡാണ്. മഞ്ചേരി ടൗണിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ. അപ്പോൾ ന്യൂ മോഡൽ സ്വിഫ്റ്റ്, ക്രിസ്റ്റകൾ, ഇന്നോവകൾ, അതേപോലെ ബ്രസ്സ, ബലേന, ഓട്ടോമാറ്റിക് ഒക്കെ ഉള്ള നല്ലൊരു കളക്ഷനായിട്ടാണ് വരുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇയർ എൻഡിംഗ് ഒക്കെ ആവാനായി മാക്സിമം നമുക്ക് ഓഫർ ഇട്ടാണ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ആളുകൾ വരട്ടെ. മാക്സിമം ഇഷ്ടപ്പെട്ടാൽ വില കുറച്ച് കൊടുക്കാം. നമുക്ക് ലോണൊക്കെ മാക്സിമം ട്രാക്ക് ഒക്കെ ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റിയ വണ്ടികളുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹോട്ട് സെല്ലിംഗ് വെഹിക്കിൾ, അതായത് നമ്മളെ യുവാക്കളെ സംബന്ധിച്ച് അവർ എൻക്വയർ ചെയ്യുന്നൊരു വാഹനമാണ് പോളോ. KL 38 രജിസ്ട്രേഷൻ, സ്കേറ്റിംഗ് കാര്യങ്ങൾ, അതേപോലെ കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്നൊരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലാണ്. MPI എഞ്ചിനോട് കൂടിയ വാഹനമാണ്. ഓക്കെ. അടിപൊളി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അത് നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. 100% ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല. കിഡിലെ വാഹനം. വെറും 47,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ്. ഇന്റീരിയർ സൈഡൊക്കെ നോക്കി നിങ്ങൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് സിസ്റ്റം, 2 സൈഡ് എയർ ബാഗ്സ്, അങ്ങനെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം. 21 മോഡൽ. 21 മോഡൽ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 6,50,000 രൂപയാണ്. 650. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അത് 47,000 കിലോമീറ്റർ ഓടിയുള്ള 21 മോഡൽ വണ്ടി. പെട്രോൾ അല്ല വരുന്നത്. പെട്രോൾ ആണ്. സോ നമുക്ക് പെട്രോൾ ആണ് കൂടുതൽ എൻക്വയറി വരുന്നത്. കാരണം പൊതുവെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. പെട്രോളാണ്. ഇത് നമുക്കൊരു ഡോൾ ടൂണിൽ വരുന്നത് ടൊയോട്ട എത്തിയോസ് ഇല്ലീവ. ഡോൾ ടൂൺ ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. പ്ലാറ്റിനം ടൈപ്പ് ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി. കേരള 2018 വാഹനം. അവൻ കേൾട്ടൺ BB കേട്ടോ. മലപ്പുറത്ത് തന്നെ ഇറങ്ങിയ വണ്ടിയാണ്. കേൾട്ടൺ രജിസ്ട്രേഷൻ, കമ്പനി സർവീസ്, 0 ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വാഹനം. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ കൊടുക്കാൻ പറ്റും. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ ആണ്. VXT ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇന്ത്യയിൽ ഒക്കെ നോക്കി അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡ് ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള റൂഫ്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസലിൽ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഫുൾ സർവീസ് എല്ലാം പക്കല്ല. കമ്പനി സർവീസ് ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 7,60,000 രൂപ. 60. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി? 50-60 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങി വണ്ടി ഇറങ്ങാം. കേൾട്ടൺ രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വാഹനം. ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. മാരുതി സുസുക്കി ബലേനോ CVT റയർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ. അതായത് നമുക്ക് CVT എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്നതാണ്. ലേഡീസിനൊക്കെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. കാരണം നമുക്ക് പുതുതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ കേറ്റൊക്കെ വന്നാൽ റിവേഴ്സ് ഇറങ്ങാൻ അത്രയും പ്രശ്നങ്ങളൊന്നും ഈ ഒരു എഞ്ചിനില്ല. അത്യാവശ്യം നല്ല പിടുത്തം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കംഫർട്ടും ഗിയർ ചേഞ്ചിങ്ങും ഒക്കെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് CVT.
ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡലാണ്. 1,00,000 കിലോമീറ്റർ, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. CVT ആണ്, ആക്സിഡന്റ് റീപ്ലേസുകളൊന്നുമില്ല. ഓക്കെ, പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നുണ്ട്. കമ്പനി അലോയ്സ് വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൊളിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നമ്മൾ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഓപ്ഷനാണ് വാഹനം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ആണ്. ഏറ്റവും ടോപ്പിന് തട്ട് താഴെയുള്ള മോഡല്. റിയർ സൈഡും നല്ല സ്പേഷ്യസ് ആണ്. റിയറിൽ നമുക്ക് ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഓവറായിട്ടില്ല, ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്നത് 490 ആണ്. 490 അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാം? ഇതൊക്കെ ചെറിയ ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ഡീസലിന് നല്ലൊരു SUV നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി വിറ്റാര ബ്രസ്സ. ZI+ വാഹനമാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം L36. അത് ഒറിജിനൽ കേരള വാഹനം. ടയേഴ്സ് ഒക്കെ 4 പുതുപുത്തൻ ടയേഴ്സ് കാര്യങ്ങൾ. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇന്ത്യ സൈഡൊക്കെ നോക്കി നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് ടച്ച് സ്ക്രീന്, നാവിഗേഷനൊക്കെ അടങ്ങിയിട്ടുള്ള ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. ഇന്റീരിയറും എക്സ്ട്രാ പക്ക നീറ്റാണ്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. 20 കിലോമീറ്റർ മൈലേജ് കണ്ണും പൊട്ടി കിട്ടും. അത്രയും കിട്ടും. ഓണർഷിപ്പിൽ വരുന്ന വാഹനം, ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനം. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതും ഫുൾ സർവീസ് എല്ലാം നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 6,85,000 രൂപ. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് അങ്ങ് കൊണ്ടുപോകാം. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഫുൾ ഓൺ ചെയ്യാം. എങ്കിലും ഒരു 10-20 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് അടുത്തൊരു പെർഫോമൻസും അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ടയുടെ WRV. സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും, അതും കേൾട്ടർ രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡലാണ്. 18 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. അത് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മൈലേജ് തന്നെയാണ്. നമുക്ക് ലോങ് ഡ്രൈവിൽ എത്രയൊക്കെ മൈലേജ്? 25 കിലോമീറ്റർ ഒക്കെ മൈലേജ്, 25 കിലോമീറ്ററിന്റെ മൈലേജ് പ്രതീക്ഷിക്കാം. അവര് ബുള്ളറ്റ് കൊണ്ടടക്കുന്ന ചെലവിൽ നമുക്ക് എടുക്കാം. ഒരു GT ഒക്കെ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് പിന്നെ അതിലേറെ മൈലേജ് കിട്ടുന്ന വളരെ ലോ മൈൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്നത് 7,30,000 രൂപയാണ്. 30 ഏകദേശം നമുക്ക് എത്ര രൂപ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഒരു ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റുള്ള ഒരു വാഹനത്തിലേക്കാണ് പോകുന്നത്. ഷെവർലയുടെ ഒരു AV ആണ്. അതും കേൾട്ടർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 85,000 രൂപ നമുക്ക് നെറ്റ് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ആളുകൾ വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ വരുന്നൊരു വാഹനം. വെറും 85,000 രൂപ അല്ല? അതെ. അത് വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. ഒരു ആസ്കിംഗ് പ്രൈസ് ആണ്, ഫൈനൽ പ്രൈസ് അല്ല കേട്ടോ. ഇത് നമുക്ക് ഒരു വലിയൊരു വാഹനം സ്റ്റാർട്ട് കഴിയാണ്. ക്രിസ്റ്റ ഇന്നോവ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ഇത്തവണ ഒരു വൈറ്റ് തന്നെ ഒരു 3rd ജനറേഷന്റെ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? 2018 സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 2018 സിംഗിൾ ഓൺഷിപ്പ് അല്ല? ടാക്സി വാഹനത്തിന് ടാക്സി പർപ്പസിന് ആൾക്കാർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതിന് പറ്റിയൊരു വാഹനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് നല്ല കിടുവാണ്. അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കി എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് ആണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. 2.4 G4 ഓപ്ഷന്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. പക്ഷെ നമുക്ക് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1,70,000 കിലോമീറ്റർ ആണ്. 1.75. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ? ഫിറ്റ് ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മളെ NOC പ്രൈസിലാണെങ്കിൽ 11,50,000 രൂപയാണ് ചോദിക്കുന്നത്. 11.50 ആക്കി തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ 11.50 2018 മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. ബെസ്റ്റ് പ്രൈസ് 11.50. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി ഏറ്റവും ന്യൂ ഫേസിൽ നിലവില് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ് അല്ലേ? അതെ. 2023 2024 മോഡല്. ഒരു 24,000 കിലോമീറ്റർ. ഓ, അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മൈലേജ് തന്നെയാണ്. ഡോൾ ടൂൺ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന
ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ലാസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഇതുവരെ ഇറങ്ങി തുടങ്ങണുള്ളൂ, ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ അല്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇംപ്ലിഡ് തന്നെ വരുന്നുണ്ട്. എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. പഴയ എഞ്ചിന് നമുക്ക് ഒന്നുകൂടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ്. കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ അത്യാവശ്യം നമുക്ക് ഡീക്രോം കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിക്കി സ്പേസും അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഒക്കെ വരുന്നുണ്ട് അല്ല. വെറും 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, കമ്പനി വാറന്റി ഉള്ള വാഹനം ആണല്ലേ. അപ്പൊ ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, അണ്ടർ കമ്പനി വാറന്റി ഉള്ള വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കും? 6,80,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 6,80,000 ഫൈനൽ. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇതൊക്കെ ഒരു 50 രൂപ ഒക്കെ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അപ്പൊ ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കി പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം. വണ്ടി കൊണ്ടുകൊടുക്കാം, അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാം. ഇത് നമുക്കൊരു അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള, അതും സിൽക്കി ഗോൾഡ് ഇല്ല. സിൽക്കി ഗോൾഡിൽ വരുന്ന ഇന്നോവ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ 2016 മോഡൽ G4 അത്യാവശ്യം നമുക്ക് സ്കേറ്റിംഗ് കാര്യങ്ങള് അങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ അത്യാവശ്യം വന്നിട്ടുള്ള ഒരു മോഡലാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1,47,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1,47,000. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ? മെക്കാനിക്കലി എഞ്ചിൻ വൈസ് ബോഡി വൈസ് ഒക്കെ ഫിറ്റ് ആണ്. ഒരു തരി ആക്സിഡന്റുകളോ ബോഡിയിലെ ചെറിയ ഡെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ക നീറ്റ് വാഹനം. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയർ നോക്കി നിങ്ങൾക്ക് എക്സ്റ്റീരിയർ പറയുമ്പോൾ തന്നെ ഇന്റീരിയറും നമുക്ക് അതിന്റെ നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്രയും പക്കായിട്ടുള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 9,25,000 രൂപയാണ്. 9,25,000 ഏകദേശം നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ലോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1,00,000 താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് അടുത്ത് കേൾട്ടൺ BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെയിം കളറിൽ തന്നെ വരുന്ന 2011 വി ഓപ്ഷനിലായിട്ടുള്ള വണ്ടി. ടൈപ്പ് 4 കാര്യങ്ങളൊക്കെ കംഫർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. സോ അതേപോലെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 2,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ? ഇത് നമ്മൾ നെറ്റ് പ്രൈസ് നമുക്ക് 6,00,000 രൂപ ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, വി ആണ് അന്നത്തെ ടോപ്പ് എൻഡ്. അന്ന് ഏറ്റവും ടോപ്പ് എൻഡ് വി ആയിരുന്നു. 2011 മോഡൽ ടൈപ്പ് 4 വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് 6,00,000 രൂപ. 6,00,000 രൂപ ഫൈനൽ കൊടുക്കും. ഫൈനലല്ല. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇത് 4,00,000 4,50,000 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ നോക്കുന്നവർക്ക് KL13 ഇത് ഒറിജിനൽ കേരളയാണ് വണ്ടി. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരളയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ടൈപ്പ് ഏത് മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? ഇത് 2008 ആണ്. 8 സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ടൈപ്പ് 4 കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വാഹനമാണ്. ഒന്നും ചെയ്യിക്കാനല്ല. മെക്കാനിക്കലി പേപ്പർ വൈസ് ഒക്കെ ഫിറ്റ് ഇല്ല. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്ന 3,90,000 രൂപ. വെറും ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള 390. ഇതിൽ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ 2,00,000 വരെ ചെയ്യാം. ലോൺ ചെയ്യാലോ. ഇതിന് അടുത്ത ഒരു 7 സീറ്റർ ആണ്. എന്നാൽ നമുക്കൊരു 10-15 മൈലേജും കിട്ടും. കൂടെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് മഹീന്ദ്ര മരാസോ അല്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ M8 മോഡൽ വരുന്ന M8 എന്ന് പറയുമ്പോൾ ഇതിന്റെ അലോയ്സ് തന്നെ നമുക്ക് M6-നേക്കാൾ കൂടുതൽ അലോയ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈസിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നല്ല എഞ്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞാൽ അടിപൊളി റിഫൈനറി. തീരെ വൈബ്രേഷനോ സൗണ്ടോ നമുക്ക് ഇന്ത്യയിലേക്ക് കേൾക്കില്ല. 19 ഇഞ്ചാണ് വരുന്നില്ല ടയേഴ്സ്. 19 ഇഞ്ച് ടയേഴ്സ് കമ്പനി അലോയ്സ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. അത് ഇതിന്റെ ഏറ്റവും ടോപ്പൻ ആണ്. ഇതിന്റെ യാത്രാ കംഫർട്ട് അതേപോലെ തന്നെ 17 മൈലേജ് ഒക്കെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കംഫർട്ടിലും നല്ല അടിപൊളിയാണ്. കിലോമീറ്റർ ഓണർ ആണ്. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓ, ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 2018 മോഡൽ. എത്ര ചോദിക്കുന്നത്? 8,25,000 രൂപ. 8,25,000. ലോൺ എത്ര? ലോൺ ഞാൻ 7,00,000 വരെ ചെയ്തു. ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് അടക്കാം. ഇതിന്റെ ഹൈലൈറ്റ് ലോ കിലോമീറ്റർ ആണ്. ഡീസൽ ആണ്. 0 റീപ്ലേസ്മെന്റ്. അതും സിംഗിൾ ഓണർ വണ്ടി. സർവീസ് ഉള്ള വണ്ടി. അടുത്താണ് നമുക്ക് നേരത്തെ ഒരു വിറ്റാറ ബ്രസ് പരിചയപ്പെടുന്നത്. ഇനി ഒരു ഡോൾട്ടൂണില് റെഡ് ആൻഡ് ബ്ലാക്ക് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2017 വരുന്ന വണ്ടിയാണ്. വീഡേ ആണ് വേരിയന്റ് വരുന്നത്. നമ്മൾ അലൈവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഫുൾ സർവീസ് ഉള്ള ഒരു 68,000 കിലോമീറ്റർ വണ്ടിയാണ്. എത്ര ചോദിക്കും നമ്മൾ? 6,15,000 രൂപ കൊടുക്കാം. 6,15 നമ്പർ ആയിട്ടുള്ള പ്രൈസ്. പ്രൈസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം.
അടുത്തൊരു ചെറിയൊരു വാഹനം ലേഡീസിനൊക്കെ ഒന്നുകൂടി നമുക്ക് പ്രിഫറബിളി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം, ഓട്ടോമാറ്റിക് സെലേറിയോ അല്ല, നല്ല യാത്രാ കംഫർട്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ക നീറ്റ് ആണ്, സീറോ റീപ്ലേസ്മെന്റ് ആണ് വണ്ടി വരുന്നത്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ്, പുത്തൻ ടയറുകളൊക്കെ ഉള്ള വാഹനമാണ് വരുന്നത്. ഇന്റീരിയറും നോക്കണെങ്കിൽ നല്ല നീറ്റ് ആണ്. കാരണം നമുക്ക് പിന്നെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ, ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല, ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ഫാസ്റ്റ് സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഞാൻ 3,70,000 രൂപ കൂടും. 3,70,000. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇത് നമുക്കൊരു RS എഡിഷനിൽ വരുന്ന ഫുൾ ഓപ്ഷനിൽ കൊടുക്കാം. ലാസ്റ്റ് ജനറേഷൻ സിറ്റിയിലെ ഫുൾ ഓണിൽ കൊടുക്കുക വാഹനം, ഫുൾ ഓണിൽ കൊടുക്കാം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. 74,000 കിലോമീറ്റർ വി ഓപ്ഷൻ വാഹനമാണ്. ഏറ്റവും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിന് തട്ട് താഴെ ഒരു സൺറൂഫിന്റെ കുറവുണ്ട് ഉള്ളൂ അല്ലേ? ഒരു സൺറൂഫിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. വാഹനമാണ്. RS കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിയറൊക്കെ നോക്കി നിങ്ങൾ നല്ല സ്പേഷ്യസ് ആണ്. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ വാഹനമാണ്. പെട്രോൾ മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷ? മൈലേജ് ഒരു 13-14 കിട്ടും. എത്രയും വലിയൊരു വാഹനമാണ്. സോ നമുക്ക് സെമി പ്രീമിയം സെഗ്മെന്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ നല്ല മൈലേജും കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാലോ. ഫുൾ ഓൺ ഇറക്കാം. റേറ്റ് എത്ര? ഇത് നമുക്ക് 8,75,000 രൂപക്ക് ഫുൾ ഓൺ കൊടുക്കാം. 8,75 ഫുൾ ഓൺ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് നമുക്ക് വീണ്ടും ഒരു ബലാൻ തന്നെയാണ്. നേരത്തെ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് മാനുവൽ ആണ്. മാനുവൽ 2020 ഡെൽറ്റ ഓപ്ഷനിലായിട്ട് വരുന്ന സിംഗിൾ ഓണറിൽ വരുന്ന 17,000 കിലോമീറ്റർ ഓടി വണ്ടി. വെറും 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ. അത് നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം ഡെൽറ്റ ആണ് വരുന്നത്. ഡെൽറ്റയിൽ പ്രൊജക്ടർ ലാംപ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്താണ് അല്ലേ? ഇന്റീരിയറൊക്കെ നോക്കി നിങ്ങൾ എല്ലാം കിടുവാണ്. അതേപോലെ നമ്മൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡിന് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ലോ മെയിൻ്റെനൻസും ലോ കിലോമീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ 0706 ഒരു സീരീസ് നമ്പറൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? എത്ര ചോദിക്കുന്നതിന്? നമ്മള് 5,50,000 ഫുൾ ഓൺ ചെയ്തു. 550 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം നോക്കുന്നവർക്ക് സണ്ണി ഇല്ല, നിസാന്റെ സണ്ണിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2019 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 2019 ഓണർ വണ്ടി. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. നല്ല സ്പേഷ്യസ് ആണ്. 25 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇതിന്റെ വലിയ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ്. നല്ല കംപ്ലൈന്റ് കുറവാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? ഇത് നമ്മൾ 4,90 കൊടുക്കാം. ചെറിയ പ്രൈസിന് കൊടുക്കാം. 4,000 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ 40 രൂപ വണ്ടി ഇറക്കാം. മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി. ഇവിടെ നമ്മുടെ കുറച്ച് ചെറുവാഹനങ്ങളാണ്. 800 അതും ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ 2023 ഒന്നാം മാസം ഇറങ്ങിയ വാഹനം. അതായത് നമുക്ക് അടിപൊളി വാഹനമാണ്. പൊതുവെ BS6 വേരിയന്റിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ലേ? VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന്റെ അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടി. അന്നത്തെ ടോപ്പ് ലോഡ് ആണ്. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഇപ്പൊ ഇറങ്ങണില്ല ഈ ടൈപ്പ്. ഓക്കെ. ഇപ്പൊ അൾട്ടോ കാണാൻ ഇത്തിരി ഭംഗിക്കുറവുള്ള വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? 47,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കും നമ്മൾ? നമ്മൾ ജസ്റ്റ് 3,70,000 രൂപ കൊടുക്കും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാം? ഇതൊക്കെ ഏകദേശം ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി സുഖമായിട്ട് ഇറക്കാം. ചെറിയ കിലോമീറ്റർ ആണ്. ഡിഫൻസ് നോക്കുമ്പോൾ 23 ഒന്നാം മാസം അല്ലേ? 23 ഒന്നാം മാസം. നമുക്കൊരു A-സ്റ്റാർ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? A-സ്റ്റാർ 2011 VXI അന്നത്തെ ഫുൾ ഓപ്ഷൻ ഫോർവേഡ് ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. എത്ര ചോദിക്കുന്നത്? 1 ലിറ്റർ വെറും 1,40,000 രൂപ. 1,40,000 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. വീണ്ടും ഒരു ഓൾട്ടോ 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 വരുന്ന വണ്ടി. 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് വെറും 2,70,000 രൂപ. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ചെറിയ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. അടുത്ത് വീണ്ടും ഒരു ഓൾട്ടോ 800 ആണ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ 2019 2,70,000 രൂപ കൊടുക്കാൻ പറ്റിയ സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ ഓൺ വണ്ടിയില്ല. ഫുൾ ഓൺ വണ്ടി. അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്ററിലേക്ക് തന്നെയാണ് പോകുന്നത്. മാരുതി സുസുക്കി എർട്ടിക വൈറ്റ് ഫിനിഷിംഗ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ZXi പ്ലസിൽ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡിൽ 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 60,000 കിലോമീറ്റർ ആണ് ഓടിയത്. 60,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന 5,90,000 രൂപ. 5,90,000. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 സീറ്ററിൽ ലോ മെയിൻ്റെനൻസിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. ഒരു എത്തിയോസ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 പെട്രോളിൽ വരുന്ന വണ്ടിയാണ്. കേരള വണ്ടി തന്നെയാണ്. നമ്പർ ആയ വണ്ടിയാണ്.
എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4 ലക്ഷത്തി ഒരു 390 ഫൈനൽ കൊടുക്കും. 390 ഫൈൻ. 19 രൂപ വണ്ടി ഇറങ്ങും ചെയ്യാം. 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാം. ഇത് നമുക്കൊരു കിഡ്ലം എക്കോ സ്പോർട്ട് ആണ്, വൈറ്റ് ഡുവൽ ടൂൺ ആണ്, ഡീസൽ 20,000 കിലോമീറ്റർ മൈലേജ്, അല്ല 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2016 ആണ്. ഇത് നമുക്ക് ഒരു 490 കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 490. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇതൊരു 50 റുപ്യ വണ്ടി ഇറക്കാം അല്ല. ഇത് നമുക്കൊരു സണ്ണി ഇല്ല, വീണ്ടും സണ്ണിയാണ്. വെറും 3,50,000 റുപ്യ കൊടുക്കാൻ പറ്റിയ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി. XP ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. എത്ര ചോദിക്കുന്നത്? കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് ഞാൻ 350 കൊടുക്കും. 350. എത്ര രൂപയുടെ വണ്ടി ഇറക്കാം? ഇത് ഫുൾ ഓൺ ചെയ്തു. ഫുൾ ഓൺ ചെയ്യാം. നമുക്ക് ഏറ്റവും ന്യൂ ഫേസിൽ ന്യൂ ഫേസിൽ തന്നെ വരുന്ന നിയോസിൽ വരുന്ന 2023 7,500 കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് നമുക്ക് കിഡ്ലം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം ആണ് വരുന്നത്. ഓക്കെ, നല്ല കിഡ്ലം ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് നമ്മൾ? നമുക്ക് വെറും 6,25,000 രൂപ കൊടുക്കും. 6,25 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന വെറും 7,000 കിലോമീറ്റർ, 7,500 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് ഓട്ടോമാറ്റിക് വണ്ടിയില്ല. അതെ. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ഇയോൺ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 16. ചെറിയൊരു വണ്ടി, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രൈസ്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറുവാഹനങ്ങൾ നോക്കുന്നവർക്ക്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുവാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബൈക്കിനൊക്കെ വരുന്ന EMI ഇതിന് വരുള്ളൂ. അതുപോലെ തന്നെയുള്ള മെയിൻ്റെനൻസേ വരുള്ളൂ. 4 പേരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ വാഗ്നർ നോക്കുന്നവർക്ക് 2 കിട്ടുന്ന വണ്ടികളുണ്ട്. ഒരു വൈറ്റും ഉണ്ട്, ഒരു റെഡും ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് LXI, അതും കേരള രജിസ്ട്രേഷൻ. 2013 മോഡൽ വണ്ടി. 2013 മോഡൽ അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നല്ല സ്പേഷ്യസ് ആണ്. ഇതിന്റെ പ്രത്യേകത യാത്രാ കംഫർട്ട് ആണ് അല്ലെ? പ്രായമുള്ളവർക്ക് സ്പേസും ഉണ്ടാവും, അത്യാവശ്യം യാത്ര ഹെഡ്റൂം ഒക്കെ കൂടുതൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇത് മോഡൽ പറഞ്ഞത് 2013 വണ്ടി. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മൾ വെറും 240 കൊടുക്കും. ഏകദേശം എത്ര വണ്ടി ഇറക്കാം? ഇതൊക്കെ ചെറിയൊരു എമൗണ്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡലാണ്. ഇത് 2012 ആണ്. എങ്ങനെയായിരുന്നു ചോദ്യം? 12 വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് 2.25 രൂപ കൊടുക്കും. 2.25. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് ചെറിയൊരു എമൗണ്ട്, ഒരു 10-20 രൂപ സുഖം. നിസാന്റെ ടെറാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2014 വണ്ടിയാണ്. ഒറിജിനൽ കേരള 85 PSI വരുന്നത്. 85 ആണ്. നല്ല അത്യാവശ്യം ടയേഴ്സ്, കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും 18-20 മൈലേജും കിട്ടൂല. ഫാൻസി നമ്പർ കാര്യങ്ങൾ KL11 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതിറക്കം നോക്കി ഞങ്ങൾ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ നല്ല യാത്ര കംഫർട്ടും ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 4,35,000 രൂപ കൊടുക്കാം. 4,35 അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ 50-60 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും ഒരു ഓൾട്ടോ 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ വണ്ടി. ഒരു 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന വണ്ടിയാണ്. റെഡ് വളരെ റെയർ ആയിട്ടുള്ള ഒരു കളറാണ്. അടിപൊളി കളർ കൂടിയാണ്. അടിപൊളി കളറാണ്. എവിടെ കൊണ്ടുപോയി വെച്ചാലും 4 ആൾ നോക്കി പോകും. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന ഈ ഇത് 2,30,000 രൂപ കൊടുക്കാം. 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. 10 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതും അടിപൊളി കളറിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇത് നമുക്ക് 2 നാനോകൾ വരുന്നുണ്ട്. ബ്ലൂ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്. ബ്ലൂ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ബ്ലൂ ആണെങ്കിൽ 2016 മോഡലാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 90,000 രൂപക്കൊക്കെ കൊടുക്കാം, നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലൂ യെല്ലോ ആണെങ്കിൽ 2014 മോഡലാണ്. തേർഡ് ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്കൊരു 60 രൂപക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. 60 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കൊരു എത്തിയോസ് തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 ഒറിജിനൽ കേരള തേർഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒരു റീപ്ലേസോ ആക്സിഡന്റുകളോ അല്ല. വെറും 1,35,200 കിലോമീറ്ററാണ് ഓടിയത്. നമുക്കൊരു 3,40,000 രൂപയ്ക്കൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് വാഹനം കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഇത് നമുക്ക് നല്ല മൈലേജും നല്ല സ്പേസ് ഒക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റെനോയുടെ ക്യാപ്ചർ. റെനോയുടെ ക്യാപ്ചർ നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2018 മോഡൽ ഫുള്ള് സർവീസ് ഉള്ള വാഹനമാണ്. വെറും 85,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 0 റീപ്ലേസ്മെന്റ് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്, നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ ഏകദേശം 18-20 മൈലേജും കിട്ടുന്ന ഡീസലിൽ മാനുവൽ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ഡീറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. റിയലിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഏകദേശം കമ്പനി ഇൻബിൽട്ട്. എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ടാക്സി പെർമിറ്റുള്ള വാഹനം നോക്കുന്നവർക്ക് ഷെവർലയുടെ ഒരു സെയിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2016 മോഡലാണ്.
നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. 16 മോഡൽ ടാക്സി പേർപ്പസിന് ഓടാൻ പറ്റിയ വാഹനമാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയി ഓടണം, ഊബറിലൊക്കെ ഓടാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ടിന് ഊബറിലൊക്കെ ഓടാൻ പറ്റിയ വാഹനമാണ്. ഓക്കെ, ഇത് ഡീസൽ നല്ല കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലാണ്, ആക്സിഡന്റുകളൊന്നുമില്ല. ഒരു 2 ലക്ഷം റുപ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാം. 2 ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടിയാണ്. 18 രൂപ മൈലേജ്, 18 രൂപ മൈലേജ്, മൈലേജ് ടാക്സി പെർമിറ്റ്, പേപ്പർ എല്ലാം ഫിറ്റ് അല്ല, പേപ്പർ എല്ലാം ഫിറ്റിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ജൂബിലി മോട്ടോറിംഗിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇയർ എൻഡിങ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് ചില വാഹനങ്ങൾ ഇന്റീരിയർ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇൻ കേസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇപ്പോൾ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ് ജൂബിലി മോട്ടോറിംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ഫവാദ്.